നെക്സ്റ്റ് ചാപ്റ്റർ ഹെഡിങ് ആണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിസത്തെ കുറിച്ച് ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള മാഗ്നറ്റ് ഇന്ന് ഭൂമിയിൽ കാണാം. പല ഷേപ്പിലുള്ള മാഗ്നറ്റ് കാണാം. ബാർ ടൈപ്പുള്ള മാഗ്നറ്റ് ഉണ്ടാവും, യു ഷേപ്പുള്ള മാഗ്നറ്റ് ഉണ്ടാവും, ഇനി സർക്കുലർ ടൈപ്പുള്ള മാഗ്നറ്റ് ഉണ്ടാവും, സിലിണ്ടറിക്കൽ ടൈപ്പുള്ള മാഗ്നറ്റ് ഉണ്ടാവും. ഇങ്ങനെ പലതരം മാഗ്നറ്റുകൾ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്. ഇനി നമുക്ക് അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റുകളാണ്. ഭൂമിയിൽ അതിന്റെ അവസ്ഥയിൽ തന്നെ കാണുന്ന മാഗ്നറ്റുകളാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്. അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ്സ്, ഭൂമിയിൽ അതേപോലെ കാണപ്പെടുന്ന മാഗ്നറ്റ്സ്. ഇനി നമ്മൾ മറ്റൊരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് നമുക്കറിയാം, കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ കോയിൽ കാലം വീട്ടിലൊക്കെ പഠിച്ചു, കറണ്ട് കടത്തി വിട്ടപ്പോഴാണ് അത് മാഗ്നറ്റ് ആയത്. അപ്പൊ കറണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന വസ്തുക്കളാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. ഇപ്പോൾ നാച്ചുറൽ മാഗ്നറ്റും അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റും നമുക്കുണ്ടാവും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് നമുക്കറിയാം. മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആസ് വി നോ എർത്ത് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ മാഗ്നറ്റ്. എർത്ത് നമുക്കറിയാം, എർത്ത് മാഗ്നറ്റ് ആയിട്ട്, എർത്ത് തന്നെ ഒരു മാഗ്നറ്റ് ആണ് വിത്ത് സൗത്ത് പോൾ പോയിന്റിങ് ടു ദി നോർത്ത്. സൗത്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് എർത്തിന്റെ ഡയറക്ഷൻ. വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇനി നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് നമ്മളിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ, ഒരു ബാർ മാഗ്നറ്റ് നമ്മളിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ ദാറ്റ് ബാർ മാഗ്നറ്റ്സ് വിൽ പോയിന്റ് ടുവേർഡ്സ് നോർത്ത് ആൻഡ് സൗത്ത്. നമ്മളൊരു നൂലിൽ ഉപയോഗിച്ച് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കെട്ടിയിടുകയാണെങ്കിൽ നോർത്ത് പോള് സൗത്ത് പോള് ഈ ഡയറക്ഷനിൽ നിൽക്കുക. നോർത്ത് അങ്ങോട്ടും സൗത്ത് ഇങ്ങോട്ടും. നോർത്തിന്റെ ഭാഗത്തേക്ക് നോർത്തും സൗത്തിന്റെ ഭാഗത്തേക്ക് സൗത്തും നിൽക്കും. നമുക്കറിയാം അടുത്തൊരു പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി, നോർത്ത് പോളായിട്ടും അതുപോലെ സൗത്ത് പോളായിട്ടും റിപ്പൽ ചെയ്യും. സോ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, നോർത്തുമായിട്ടും അതുപോലെ സൗത്തുമായിട്ടും റിപ്പൽ ചെയ്യുകയും അതുപോലെ നോർത്തും സൗത്തുമായിട്ട് അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബാർ മാഗ്നറ്റിനെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നഷ്ടപ്പെടില്ല. പകരം യു വിൽ ഗെറ്റ് എ സ്റ്റിൽ വീക്കർ മാഗ്നറ്റ്. നമ്മൾ ചെറിയ ശക്തി കുറഞ്ഞ ഒരു മാഗ്നറ്റ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടും. ആ രണ്ട് പോൾസും വീണ്ടും മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾക്ക് ഓർക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വാട്ട് ആർ ദി മേജർ പോയിന്റ്സ് regarding magnets? ഇനി അടുത്തത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പഠിച്ച പോലെ നമുക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പഠിക്കണം. ഇലക്ട്രിക് ലൈൻസ് പഠിച്ച പോലെ തന്നെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ബാർ മാഗ്നറ്റ് ആണ്. അപ്പൊ ബാർ മാഗ്നറ്റിൽ നമ്മളൊരു കോമ്പസ് നീഡിൽ നമ്മൾ ഈ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ, അതിൽ നമ്മൾ കോമ്പസ് നീഡിലെ നോർത്തിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക, സൗത്ത് ഇവിടെ വെക്കുക, നോർത്തിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ലൈക്ക് ദിസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, മാഗ്നറ്റിക് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം സൗത്ത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ഫ്രം സൗത്ത് ആൻഡ് എൻഡ് ഇൻ ദി നോർത്ത്. സൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോർത്തിൽ അവസാനിക്കും. ഇനി ടാൻജന്റ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു ടാൻജന്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ. ആ ടാൻജന്റ് ആണ് നമുക്കിവിടെ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടാൻജന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടും. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി,
ഏതെല്ലാം ഭാഗത്താണോ ഫീൽഡ് ലൈൻസ് തിക്കറായിട്ട് വരുന്നത് ആ ഭാഗത്ത് ഫീൽഡ് കൂടുതലായിരിക്കും. സോ ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് തിക്കർ. So field will be stronger. In that region, magnitude of field will be stronger. ഇനി നാലാമത്തെ പോയിന്റ്, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു കാരണവശാലും എവിടെയും ഇന്റർസെക്ട് ചെയ്യില്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരുന്നുള്ളൂ, എഴുതിക്കോ. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് magnetic lines of force? What are the properties of magnetic lines of force? And draw it. അടുത്ത ഹെഡിങ് ആണ് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ, ഇതൊരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ എന്ന് വിചാരിക്കാം. നമ്മൾ ഈ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ നമ്മളിങ്ങനെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യണം. മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ നമ്മൾ വെച്ച് അതിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. സോ ദർ ഇസ് എൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓസിലേഷൻ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കാണുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിഫ്ലക്ഷൻ ടോർക്കാണുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഈക്വൽ ടു mb സൈൻ തീറ്റ. അതാണ് ഡിഫ്ലക്ഷൻ ടോർക്കാണുള്ള ഇക്വേഷൻ. അപ്പം നമുക്ക് ഇത് വസ്തു ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ റെസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ അതിന്റെ പഴയ പൊസിഷനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ റെസ്റ്റോറിംഗ് ടോർക്കാണുള്ള ഇക്വേഷൻ നമുക്കറിയാം. റെസ്റ്റോറിംഗ് ടോർക്ക് ടോ റെസ്റ്റ് എന്ന് കൊടുക്കാം, ഈക്വൽ ടു I ഇൻറ്റു ആൽഫയാണ്. അപ്പോൾ ആൽഫ, ഇപ്പോൾ തീറ്റ, ഈ ആംഗിള്, ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിള്, ഈ നീഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ആൽഫ ആംഗുലർ ആക്സലറേഷൻ ആണ്. ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ് ആൽഫ. സോ ടോ റെസ്റ്റ് ഈക്വൽ ടു I ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇനി നമുക്ക് സൈൻ തീറ്റ ആംഗിൾ വളരെ കുറവാണെങ്കിൽ, അപ്പൊ ഈ ആംഗിൾ ഞാൻ പറഞ്ഞ ആംഗിൾ വളരെ കുറവായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ആംഗിൾ വളരെ കുറവാണെങ്കിൽ നമുക്ക് തീറ്റ സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റ് ടു തീറ്റ. Therefore we can write ടോ ഡിഫ്ലക്ഷൻ ടോർക്ക് ടോ ഈക്വൽ ടു mb തീറ്റ. രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോ അവസാനം ഇക്വിലിബ്രിയത്തിൽ എത്തും. അപ്പൊ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ we can equate the two equation. Therefore we can write I into d square theta by dt square equal to minus mb theta. നെഗറ്റീവ് സൈൻ വരാൻ കാരണം നിങ്ങൾക്കറിയാം, ഡിഫ്ലക്ഷൻ ടോർക്കും റെസ്റ്റോറിംഗ് ടോർക്കും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ദർ കംസ് എ നെഗറ്റീവ് സൈൻ. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. I into d square theta by dt square plus mb theta equal to 0. I കൊണ്ട് ഡിവൈഡ് ചെയ്യാം. d square theta by dt square plus mb I into theta equal to 0. Equation സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിച്ച ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 ആ ഫോമിലാണ് ഇക്വേഷൻ. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്. കമ്പയറിംഗ് ടു ഇക്വേഷൻ ഒന്നുകൂടി പറയാം. ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡില് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, മേക്കിംഗ് എ സ്മോൾ ആംഗിൾ തീറ്റ.
അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന ടോർക്കാണ് ഞാൻ എഴുതിയത്. ഡിഫ്ലക്ഷൻ ടോർക്ക്, റെസ്റ്റോറിംഗ് ടോർക്ക്. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്തു. ആംഗിൾ വളരെ കുറവായതുകൊണ്ട് സൈൻ തീറ്റ തീറ്റയായി. ആൽഫ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ്. ഇക്വേറ്റ് ചെയ്തു. അതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഈ നീഡിലിന്റെ ഈ ഓസിലേഷൻ, no doubt it is simple harmonic motion. The oscillation of the needle is, no doubt it is simple harmonic motion. Therefore, comparing we can write രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു mb by I or ഒമേഗ ഈക്വൽ ടു റൂട്ട് mb by I. നമുക്കറിയാം t ഈക്വൽ ടു ടൈം പീരീഡ് t ഈക്വൽ ടു 2 pi by ഒമേഗ ഈക്വൽ ടു 2 pi റൂട്ട് തിരിച്ചു വരും I by mb. ഒമേഗ 2 pi by ഒമേഗ റൂട്ട് mb by I ഓളിലേക്ക് വന്നാല് I by mb. ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് എഴുതിക്കോ. കൺസിഡർ a magnetic compass needle. Consider a magnetic compass needle oscillates. Consider a magnetic compass needle is placed in a magnetic field B, making an angle theta. The needle makes an angle theta with the direction of magnetic field. And the needle oscillates. So the torque experience on the needle is given by torque tau equal to mb sin theta. If the angle theta is very small, then torque tau equal to mb theta. Question number 1 there you go. Question number 1. Also, the restoring torque experienced is given by torque tau equal to I alpha equal to d square theta by dt square. Therefore, torque tau equal to I into d square theta by dt square. Question number 2. At equilibrium, equating two equations, and equate here I into d square theta by dt square equal to minus mb theta. Bracket le negative sign comes since restoring torque opposite to deflection torque. Close the bracket. അടുത്തത് സമത്തിനിപ്പുറം കൊണ്ടുവരാം. I into d square theta by dt square plus mb theta equal to 0. I want to divide here d square theta by dt square plus mb by I theta equal to 0. Case number 3. This equation is similar to simple harmonic motion. Equation for simple harmonic motion. Equation 3 is similar to equation for simple harmonic motion given by d square theta by dt square plus omega square theta equal to 0. Therefore, oscillation of the needle is simple harmonic. Comparing equation 4 with 3, omega square equal to mb by I or omega equal to root mb by I. Time period of oscillation t equal to 2 pi by omega equal to 2 pi root I by mb.